അതെ കൈ എങ്ങനെ വെച്ചിരുന്ന കിഴക്കും ഇവിടെ വെച്ചോ, ഇവിടെ ഇങ്ങനെ കൈ വെച്ചോ. ആ ഇപ്പൊ കറക്റ്റായി. അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോഴേ അങ്ങനെ ഒരുപാട് സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. അത് കിടന്ന് വിചാരിക്കരുത്. ഈ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുമോ? ഇല്ല ഏട്ടാ, ഞാൻ ലിപ്സ്റ്റിക് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ലിപ്സ്റ്റിക്? അയ്യോ അതല്ല, ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടാന്ന്. അയ്യോ എനിക്ക് കാനറ ബാങ്കിലാണ് അക്കൗണ്ട്. നീ കിണയണ അതാ കിണയായിട്ട് അഭിനയിക്കണം? കിണയെന്ന് വെച്ചാൽ എന്തോന്ന് ഏട്ടാ? അത് പറഞ്ഞൂടെ? ഈ കിണയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരെ വിളിക്കുന്നതിന് കിണയെന്ന്. ആണോ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചേട്ടനെയാണ്. അപ്പൊ ഇന്ന് മുതൽ ചേട്ടനാണ് എന്റെ കിണ. അതങ്ങനെ ഇപ്പോഴും വിളിക്കണ്ട, ഞാൻ ഉദ്ദേശം അതല്ല. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുമ്പോഴേ മൊബൈലിലുള്ള ഒരു സംഭവമാണ്, അതിനെ പറ്റി അറിയില്ല. അയ്യോ അറിയില്ല? ഇല്ല. പ്രശ്നമാവോ? ഇല്ല, അതുണ്ടെങ്കിലാണ് പ്രശ്നം. ആണോ? അപ്പൊ ഇൻസ്റ്റാഗ്രാം ഇല്ല? ഇല്ല ഏട്ടാ. ഫേസ്ബുക്ക് ഇല്ല. വാട്സപ്പ് ഇല്ല. ദൈവമേ, മീൻ വാങ്ങിക്കാൻ നേരത്ത് പോലും ഫ്രഷ് മീൻ കിട്ടിയിട്ടില്ല. കല്യാണം കഴിച്ചപ്പോൾ ഫ്രഷ് പെണ്ണ്. രാഷ നീ സൂപ്പറാടാ, സൂപ്പർ. ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ലാത്തതാണ് ഏറ്റവും കൂടുതൽ തല്ലത് കേട്ടോ. ഇനിയുള്ള നമ്മുടെ ജീവിതം ഇങ്ങനെ 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 വെച്ചടി കയറ്റുമായിരിക്കും. അങ്ങോട്ട് ആരാ പറഞ്ഞു? ഒന്നുമില്ല. അങ്ങനെ പലിശയ്ക്ക് കടമെടുത്തെങ്കിലും ഞങ്ങളുടെ കല്യാണം അടിപൊളിയായിട്ട് നടന്നു. പക്ഷേ സ്വപ്നം കാണുന്നത് പോലെ ഒന്നുമല്ല യഥാർത്ഥ ജീവിതമൊന്നും. കല്യാണം കഴിഞ്ഞ ഉടനെ എനിക്ക് പിടികിട്ടി. എനിക്കരളിൽ താമസിച്ച എൻ്റെ പെണ്ണുപിള്ള രാക്ഷസി, എനിക്കരളിൽ താമസിച്ച എൻ്റെ പെണ്ണുപിള്ള രാക്ഷസി, രാക്ഷസി 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 വാലിന്മേൽ പൂവും വാലിട്ടെഴുതി എന്ന കണ്ണുമായി വന്ന വേഷക്കിളി. ഇങ്ങനെ ചൊറിഞ്ഞൊറിഞ്ഞ് നിൽക്കാതെ വേഗം ആവട്ടെ, അകത്ത് തുണി എഴുവാനുണ്ട്. തുണി എഴുവാണ്ട്? അത് തുണി എഴുവാൻ കല്യാണമായപ്പം മര്യാദയ്ക്ക് ആ അണ്ണൻ പറഞ്ഞു കെട്ടല്ലേ കെട്ടല്ലേ. ഒരു മനസ്സമാധാനമല്ലടേ വീട്ടില്. അതെന്തോ കല്യാണം കഴിഞ്ഞ അങ്ങനെയാണ് അണ്ണാ. ഇത് കെട്ടണമാരെല്ലാം പറയണ കല്യാണം കഴിഞ്ഞ. എടാ നിനക്ക് ആദ്യത്തെ ഒരു ഇതാണ്, നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. ഊപ്പാട് വരും. ഞാൻ പറയാനുള്ള പറഞ്ഞ് നീ കെട്ട എന്തോ ചെയ്. നീ ഇതാ ഇവിടെ ഇത്രയും ഭാഗം ഞാൻ തുടച്ചിട്ടിക്കും നിനക്കിരിക്കാൻ വേണ്ടി. കരുതാക്കൊന്നും പറയില്ല കേട്ടോ. പോയിട്ട് വാ, നീ കെട്ട്. കെട്ട്. പക്ഷെ നീ അനുഭവിക്കും. നീ അനുഭവിക്കും. അനുഭവിച്ചപ്പോഴാണ് മനസ്സിലായ നിങ്ങളെന്ന് പറഞ്ഞാൽ ആ സൈഡ് തുടച്ചിട്ടി. ഞാൻ എന്താ പറഞ്ഞു? നിങ്ങൾ ഇങ്ങോട്ട് വരണില്ലേ?